വന്യജീവി ആക്രമണത്തിൽ വയനാട് കലക്ട്രേറ്റിൽ ചേരുന്ന യോഗത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് എന്നാണ് അറിയുന്നത്. വിവരങ്ങൾ സെയ്ഫ് സൈലബ്ദീൻ നൽകും. സെയ്ഫ്, വീണ്ടും RRT അംഗത്തിന് നേരെയടക്കം കടുവയുടെ ആക്രമണമുണ്ടായ ഒരു സ്ഥിതിയാണുള്ളത്. അടിയന്തര സാഹചര്യം തന്നെയാണ്. എത്രയും വേഗം കടുവയെ കണ്ടെത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഈ പ്രശ്നം സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ ദിവ്യ. ഈ പശ്ചാത്തലത്തിലാണ് ഇതിനെ ഗൗരവ സ്വഭാവത്തിൽ കാണുക, കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിൽ കാണുക എന്നുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുത്തത്. അതുകൊണ്ടാണ് വയനാട് ഇപ്പോൾ കളക്ടറേറ്റിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. അത് വനമന്ത്രി അടക്കമുള്ളവർ യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ട്. മുഖ്യമന്ത്രി കൂടി ആ യോഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഓൺലൈനായിട്ടാണ് മുഖ്യമന്ത്രി ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ കടുവ ആക്രമണം, അതുപോലെ തന്നെ ആന ഈ ജനവാസ മേഖലകളിലേക്ക് വരുന്നു, അങ്ങനെ അക്രമങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ മരണങ്ങൾ സംഭവിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം വന്ന വിഷയമാണ്. അന്ന് അടിയന്തര പ്രമേയമായിട്ട് ആ ചർച്ച കൊണ്ടുവന്നെങ്കിലും അത് അവതരണാനുമതി നൽകിയില്ല. അത് പറഞ്ഞു പോകുക എന്നതിനപ്പുറത്തേക്ക് അതിനെ വിശദമായ ചർച്ചകളിലേക്ക് ഒന്നും കടന്നില്ല. ഇതിനിടയിൽ പിന്നീടും അക്രമങ്ങൾ ഉണ്ടാകുന്നു. ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകൾ കടന്നു പോകുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്യജീവി അക്രമം എത്തിച്ചേരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ട് ഉന്നതതല യോഗം കളക്ടറേറ്റിൽ ചേരുന്നത്. ആ ഉന്നതതല യോഗത്തിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ട് പങ്കെടുത്തുകൊണ്ട് ഇതിനകത്ത് ഉള്ള ആവശ്യമായ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നൽകുന്നത്. ഈ കടുവയെ വേഗത്തിൽ പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ മറ്റ് ജില്ലകളിൽ കൂടി ഉണ്ടാവുന്ന അക്രമങ്ങളുണ്ട്. ഈ കാട്ടാന പുറത്തേക്ക് വരുന്നത്, ജനവാസ മേഖലകളിലേക്ക് വരുന്നത്, വന്യജീവികൾ തുടർച്ചയായി ഇങ്ങനെ വരുന്നത്, അങ്ങനെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ദിവ്യ, അതോടൊപ്പം സൈഫ, വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമൊക്കെ വയനാട്ടിൽ കണ്ടതാണ്. രാധ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സർക്കാരിനെതിരെ, വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട് സർക്കാരിനെ? സ്വാഭാവികമായിട്ട് വലിയ പ്രശ്നമായിട്ടാണ് അതിനെ സംസ്ഥാന സർക്കാർ കാണുന്നത്. കാരണം ഈ സമീപകാലത്തൊന്നും ഇങ്ങനെയുള്ള ഒരു വന്യജീവി ആക്രമണം കണ്ടിട്ടില്ല. വന്യജീവി പുറത്തേക്ക് വരുന്നു, അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജനവാസ മേഖലകളിലേക്ക് എത്തിച്ചേരുന്നു എന്നത് മാറ്റി നിർത്തിയാൽ പോലും അക്രമങ്ങൾ ഉണ്ടാവുന്നു, ജീവനുകൾ നഷ്ടപ്പെടുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വനത്തിന്റെ പല പ്രദേശങ്ങളിലേക്ക് നേരിട്ട് പൊക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർക്കിപ്പോ ആ പ്രദേശങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല. മാത്രമല്ല, അവരുടെ ആവാസ വ്യവസ്ഥ വിട്ട് ഈ വന്യജീവി അക്രമം അവരുടെ ആവാസ വ്യവസ്ഥ വിട്ട് അന്ന് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിനെ അതീവ ഗൗരവത്തിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. വലിയ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ വയനാട് നേരത്തെ ഉണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ PV അൻവറുമായി ബന്ധപ്പെട്ട് അവരുടെ പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെ പല ജീവനുകളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നഷ്ടമാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. അതിനകത്ത് സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്രത്തിന്റെ വന നിയമത്തിലെ ചില പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ സംസ്ഥാനത്തിന് എന്ത് ചെയ്യാം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് വേഗത്തിൽ തന്നെ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആലോചനകളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. ഇപ്പോ വനത്തിന്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പോലും അവർക്ക് പോലും അപകടം പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ അതിനെ അതീവ ഗൗരവമായി കാണുക എന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയും, സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇപ്പോൾ അങ്ങനെ ഒരു ഇടപെടലിലേക്ക് പോയിരിക്കുന്നത്. ദിവ്യ, എന്തായാലും സർക്കാർ ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തുടർച്ചയായി വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നു. അത് പ്രത്യേകിച്ച് വയനാട്ടിൽ മനുഷ്യജീവന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ദൗത്യ സംഘത്തിന് നേരെയടക്കം ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് അടിയന്തരമായി തന്നെ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ വയനാട് കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിലാണ്, ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയും ഓൺലൈനായി പങ്കെടുക്കുന്നത്. വനമന്ത്രിയും കളക്ടർ അടക്കമുള്ള പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം അത് പരിശോധിക്കുക, അതിലും അപ്പുറം ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ യോഗത്തിൽ കൈക്കൊണ്ടേക്കുമെന്നാണ് അറിയുന്നത്. സെയ്ഫ് സൈലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.